അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാല് എങ്ങനെ വെറൈറ്റി ആയിട്ട് മീൻ പിടിക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വെറൈറ്റി ആയ ഒരു സ്ഥലത്താണ്. വെറൈറ്റി ആയ സ്ഥലത്ത് വെറൈറ്റി ആയിട്ട് മീൻ പിടിക്കാം, പഴയ കാല ഓർമ്മകളുമായി. അതിൻ്റെ അടുത്ത് നല്ല മുക്കുവന്മാരുണ്ട്. ഓലെ ശിക്ഷണത്തിലാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാവുന്നത്. എന്താ ശിഷ്യ അല്ല മുക്കുവൻ നടന്ന് ചിരിക്കണു. അപ്പൊ ഇന്നത്തെ വീഡിയോ മീൻ പിടിക്കുന്ന ഒരു അത് തള്ളിയാലോ ഒരു വീഡിയോ ആണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ വെറൈറ്റി മീൻ പിടിക്കൽ എങ്ങനെ വെച്ചാ ഇതാ ഷൂ വെച്ചുകൊണ്ട് മീൻ പിടിക്കുന്നു. റസൂൽ പൂക്കുട്ടി ഇതെങ്ങനെ പിടിച്ചേ? തപ്പി പിടിച്ചാണ്. ഈ വെള്ളത്തിന്ന് ഈ കാണുന്ന വെള്ളത്തിന്ന് എങ്ങനെ മീൻ പിടിക്കാം ചൂണ്ടലൊന്നും ഉപയോഗിക്കാതെ? ആധുനിക അല്ലേ, ആധുനിക സാമഗ്രികൾ കൊണ്ട് അല്ലേ എങ്ങനെ പിടിക്കാം എന്ന് ഇന്ന് ഞങ്ങൾ കാണിച്ചു തരും. ഇതൊരു വെറൈറ്റി വീഡിയോ തന്നെയാണ് കാര്യം. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ പണി കണ്ടോളി. പക്ഷെ നമ്മളൊക്കെ പഴയ കാലത്ത് ഇഷ്ടം പോലെ പിടിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയാണ് അത്. നമ്മൾ ഒന്നും പാടെ ആ അതിനെന്താ പറയല്ലോ, ആ സാധനം ചെയ്ത് കാണിക്കുന്നു അല്ലേ? അതെ. അപ്പൊ സാധനം സെറ്റ് ആക്കട്ടെ. സാധനം എടുക്ക്. അങ്ങനെ ഒരു പാത്രം, 2 പാത്രമാണ് നമ്മളെ മെയിന്. അല്ലാ, ഇത് കോഴിക്കൊക്കെ തീറ്റത്തിന് മാത്രമേ ഈ പാത്രം ആകുമ്പോ കുറച്ചല്ലേ കൊള്ളുള്ളൂ. തോന മീൻ കൊള്ളൂലേ? ചേർത്തിയിലാവുമ്പോ കുറച്ചല്ലേ ഉള്ളൂ. അല്ലേ ഇത് കുണ്ടില്ലല്ലോ. അങ്ങനെ മീനാക്ക് എങ്ങനെ ചോറ് കൊടുക്കാം എന്നാണ് ആദ്യം നമ്മള് കാണിച്ചത്. അതെ, ആദ്യം നമ്മള് തിന്നാൻ കൊടുത്തുകൊണ്ട് നമ്മളെ എത്തിക്ക് വരുത്തണം. അതെത്താ തൊട്ടാ മക്കാനോ? അടച്ചോനെ 2 കല്ലു. അത് മറ്റേ കാരാളാണല്ലേ. കല്ല് ഏറിയിട്ടില്ല, ചെറിയൊരു പാത്രത്തിക്ക് വലിയൊരു കല്ലിട്ട എങ്ങനെ ചിറ്ററും കല്ലാണ് വെച്ചാടന്നു. അടിയില് വേണമെങ്കിൽ ചിറ്റിയൊക്കെ ഇതിന്റെ അടിയിലേ അതിന്റെ മറ്റേ കല്ലാണ്. ഇതൊക്കെ കാണിച്ചു കൊടുക്കേ, ആൾക്കാര് പഠിച്ചോട്ടെ. കല്ലിടുണ്ടോ? കല്ലിടുണ്ടോ? അപ്പൊ ഇത് കല്ലാണ് കൊടുക്കണേ, ചോറ് പറ്റിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ? അപ്പൊ ഒരു വെള്ള സീല പൊടി പൊന്തിച്ചുടി. ഒരു സീലെടുക്കാം. ഒരു സീലെടുക്ക, ഒരു ചെറിയൊരു ഓട്ട, ഒരു വിരലൊക്കെ പോണ അല്പത്തില്. അപ്പൊ ഞങ്ങൾ വലിയ മീൻ കൊള്ളൂലല്ലോ. വലിയ മീനല്ലല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ. നമുക്ക് ചെറുത് മതി. ഇന്ന് അങ്ങനെ ചെറിയ മീനെ പിടിക്കാന്നല്ലേ? ഒരു ചെറിയ മീനല്ല ഇവൻ, ചെറിയ ആളല്ല. അല്ല അതും കൂടല്ലോ. അപ്പൊ ഇന്ന് അപ്പൊ ചെറിയ ബാക്കി കല്ലിട്ടിക്കണ്. എന്തിനാ വെച്ചാല് പാരിപ്പാതക്കാം. പൊന്താതക്കാം. നമ്മളാ ഓട്ട സെൻട്രലായിട്ട് അതിനെ മുറുക്കി കെട്ടണം. കെട്ടിക്കൂടെ അങ്ങട്ടെ വല്ലാത്ത മൂക്കിന്റെ അടിയിൽ കൂടെ കാണും. അതൊന്നുമില്ല, അത് വലിയ മീൻ ഇപ്പൊ തന്നെ ഉണ്ടെന്ന് പറയുന്നുള്ളൂ. ഇരാലെത്ര കേറുന്നില്ല. കട്ടുണ്ടായിരിക്കുന്നതല്ല ഈ വീഡിയോയിൽ, കട്ടുണ്ടായിരിക്കുന്നതല്ല. ഇല്ലെങ്കിൽ മൈക്കപ്പ് മുക്കും. അതേപോലെ സെറ്റാക്കും. അങ്ങനെ ഒന്ന് സെറ്റായി. ഒരുത്ത കല്ലിടുന്നിട്ടാണ് ഇത്. വലിയൊരു ചെറിയൊരു പാത്രത്തേക്ക് കല്ലിടുന്നത്. ഞാനും കരുതി ഇതൊന്നും പഴയ കാലത്തില്ലേ കേട്ടോ കല്ലിടുന്ന പരിപാടി. എന്ത് പഴയ കാലത്ത് നമ്മള് ഇങ്ങനെ ഇട്ടാണ് വറ്റിട്ട് കണ്ട് ഉള്ള പരിപാടികള്. ഇത് പുതിയ ഐഡിയക്കാരനാണ്. അന്ന് നമ്മള് വെച്ചാല് വറ്റിട്ട് കണ്ട് നേരെ മുക്കി കണ്ട് മണ്ണില് പൂത്തിയൊക്കെല്ലാണ്. കുറച്ച് കറി വാങ്ങുവോ? ചോറും തിന്നാ മീൻ കിട്ടിയിട്ട് ചോറുണ്ട്, ചോറായി. പിന്നെ അല്ലെ കറി വാങ്ങണ്ടല്ലോ, പാത്രം വേണ്ട. മഞ്ഞപ്പൊടി കിട്ടുന്ന മീൻ വെച്ചിട്ട് നമ്മള് കറി ഉണ്ടാക്കുമ്പോ മുളകുപൊടി മഞ്ഞപ്പൊടി വാങ്ങി കൊടുത്താല്. പണ്ട് ചങ്ങായി മൻസൂറിനെ നമ്മളെ ഇതില്ലേ എന്താ ഒരു നാള് ചൂണ്ടിടാൻ പോയിട്ട് ഒരു പെരലിട്ടി വന്നിട്ട് അതിനായിട്ട് മീൻ മസാല വാങ്ങിപ്പോയി ഓൻ വരിക്ക്. ഒരു മീനായിട്ട് അങ്ങനെയല്ലോ വാങ്ങിയല്ലോ. അങ്ങനെ കരുതിണ്ടോ എന്റെ കുട്ടീന്റെ മീൻ മസാല ഒക്കെ കൊടുത്തിരുന്നല്ലേ?
അല്ലാ കാക്ക് റബ്ബ്. മൻസൂർ താങ്കളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രതികരണം പ്രതികരണം ഇതിലൂടെ നേരിട്ട് ഇവിടെ കൊടുത്താണ്ടി. ഞാൻ 2 സെറ്റായി. ഇനി അടുത്ത് നമുക്ക് ഞാൻ സെറ്റാക്കാം. അടിച്ചോനെ ഇത് വലുതാക്കുന്നുണ്ട് കേട്ടോ. വലുത് വേണ്ട, അപ്പൊ അങ്ങോട്ട് പോയി ചോറിന്ന് ഇങ്ങോട്ട് തന്നെ പോരും. ഓല് തിന്നാൻ കയറിക്കാണ്ടേ ഞങ്ങള് തിന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഓല് ഇങ്ങോട്ട് തന്നെ പോരൂലേ. അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടുമോ അല്ലെ? മീനാക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധി കൊടുക്കൂലല്ലോ. അങ്ങനെ ഫസ്റ്റ് കിടു വെള്ളം നിറക്കുന്നു. ഒന്നുകൂടെ വെക്കണേ. ഈ ക്യാമറ ഒപ്പം ഞാൻ തരുമോ? അന്റെ ഒപ്പം മയക്കണ്ട് കിട്ടോ അതില്. ചാടിയില്ലെങ്കി ഇവിടെ ഉണ്ടാവും. മയക്കാളത്തിയാടെ അതേമാതിരി മുക്കും. ഒരു ചവിട്ടെടുത്ത കേക്കുന്നു. ഒരു ചവിട്ടെടുത്ത ചവിട്ട് ചവിട്ട്. ഇത് ചവിട്ടും ചെഞ്ചും നമുക്ക് കണ്ടല്ലോ വേണ്ടി. അപ്പൊ ഒന്ന് ഞങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തു. രണ്ടാമത്തെ ഇതൊക്കെ വെക്കണ ആൾക്കാരുണ്ട്, ഓലെ ഇതിനനുസരിച്ചുണ്ടാവും. ഞാൻ എന്തായാലും വെക്കണില്ലല്ലോ, ഞാനേതായാലും ഇല്ലല്ലോ അറിയില്ലേ. കിട്ടും. മൂന്ന് സൈഡ് മാറ്റിക്കളാ. അതിക്ക് വരുന്നിടത്തൊക്കെയല്ലേ അത് അവന്റെ വിളവാട്ടോ. ഇതിക്ക് വരുന്ന മീനിനെ അവിടെ പിടിച്ചിരുത്തുക. അടുക്കൂല മീനല്ലേ ഇവിടെ മീൻ തന്നെ അല്ലേ. എന്താട്ടോ വലിയ കൂറിയാട്ടോ. നമ്മളൊക്കെ ഇവിടെ പണിയെടുത്തില്ല, അതിന്റെ അപ്പുറത്തെ പണിയെടുത്തിന്. ഇജ്ജ് പണിയെടുത്തിന അവിടെ? ഇവിടെ പണിയെടുത്തിന്. ആ മൂലക്കലേന് മറ്റേ വാപ്പൊക്കെ പണിയെടുത്തിന്. മുങ്ങി ഇപ്പൊ മുതലായി. ഇഞ്ഞെങ്ങാനും മീൻ കിട്ടിയില്ലെങ്കിൽ കുളി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത്ര കരുതിയാ മതി. അവിടെ ഇനി വാപ്പ ഒക്കെ പണിയെടുത്തിന്. മറ്റേ ഇയാളത് റസാഖിന്റെ കോരില്ലേ? ഞാൻ മെയ്തി മിച്ചന്റെ അതന്നെ റസാഖിന്റെ 20 റസാഖിന്റെ കോരേനി. നല്ല രസീനിയ പണിട്ടോ. എന്താറിയോ, മഴജുമ്പളല്ലേ അങ്ങനെ മഴജുമ്പോ മണ്ണ് മാറ്റാ അതന്നെ മമ്പണി. അത് വെള്ളത്തിൽ തട്ടും. പിന്നെ ഞാൻ പണിയെടുത്ത അങ്ങനെ എടുത്തിന്. പിന്നെ നമ്മള് ക്രസറില് മറ്റേ സോളിങ് ആയിട്ടില്ലേനു, ലോറി പോയെന്ന്. അപ്പൊ പിന്നെ അല്ലേ കോരി മഴത്തിന് അവരൊക്കെ. ചെമ്മീനൊക്കെ വന്നു ഇപ്പൊ തന്നെ ടീമക്ക് അടിച്ചോനെ ചെമ്മീനുള്ള കോരി. അപ്പൊ 2 ഞങ്ങൾ പ്ലേസ് ചെയ്തിന്. അപ്പൊ ഇവിടെ കേട്ടോ നമ്മള് കുളിക്കാൻ വന്നത്. പിന്നെ കൊറേ ഇല്ല, എനിക്ക് വെല്ലുവിളി ഇല്ല. എനിക്ക് ഇവിടുന്ന് ഇത്ര നീന്താൻ അറിയില്ല. പിന്നെ എങ്ങനെയാ അവിടെ തൊടല്? എനിക്ക് നീന്താൻ അറിയില്ല, അത് വേണം അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. എന്നിട്ട് ഞാനെങ്ങനെ അവിടെ പോയി തൊടുക? എത്ര ഉണ്ടാവും? 1 കിലോമീറ്റർ ഉണ്ട്. ഒന്നല്ല ഇവിടുന്ന് കാണുമ്പോ എങ്ങനെ നോക്കണ്ട. എത്തൂല. ഞാൻ ഇല്ല എന്നോട്. ഇത് മൂസിം, ഞാൻ ക്യാമറമാൻ. ഇത് മൂസിം ഇനി നമ്മള് അടുത്തുണ്ടാക്കും. അടുത്ത് അല്ല, ഞാൻ എന്റെ പഴയ ആധുനിക പോയി വന്നാലോ? ആയിട്ടില്ല. ഞാൻ ഇത് കൂടിനി വീഡിയോ ആയിട്ടില്ല. അത് നമ്മക്ക് മുണ്ടാതെ കുത്തിറക്കണല്ലേ. ഞാൻ എന്തിനാ ചിരട്ട കൊടുന്നു, എന്തിനു തുണി കൊടുന്നു? ഓടോക്ക് റസൂല. അപ്പൊ ഞമ്മള് കോരി പിടിച്ചാനല്ല, ഇജ്ജെടുക്കാ തൊടുവ് കുടിച്ചിന്. ക്യാമറമാനാണ് തൊടുക്കാണ് കുടിച്ചിന്. ചെങ്ങായി ഒന്നും കാണാനില്ലെങ്കിൽ ആൾക്കാർ നമ്മളെയും കണ്ടോട്ടെ അല്ലേ. ആദ്യം അതാലോചിക്ക, അങ്ങോട്ട് ആലോചിക്ക. മൂസിനെ അത് കാണിച്ചെടുത്താ അത് കാണിക്ക് ഓനെ കാണിക്ക്. അത് കോപ്പിറൈറ്റ്. ഇനിയിപ്പ അതിലെങ്ങാനും കൊടുങ്ങാഞ്ഞ. അപ്പൊ നമ്മള് ആദ്യം എന്താ ചെയ്തിന്? നമ്മള് ചിരട്ടമലാണ് വെച്ചിന്. സത്യം പറഞ്ഞ മീനൊക്കെ ആരോ വാരിപ്പേക്കണ്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. മീൻ കിട്ടാൻ ഞങ്ങൾ മീൻ വാങ്ങി തരേണ്ടി വരും. പിന്നെ മീൻ പിടിച്ചാനാണ് കൊടുത്താണ്. അപ്പൊ നമ്മൾ ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാല് നമ്മള് ചിരട്ട വെച്ചിന്. ഇപ്പോഴാണ് വികസിച്ച് പാത്രമായത്. അന്ന് പാത്രം ഇല്ലല്ലോ അല്ലേ. അടിക്ക് പോണ്ടോ ക്യാമറ? ഒരു സംശയം. മറ്റേ ഒരു വലിയൊരു ഹോട്ടല് അല്ലേ, വലിയൊരു ഹോട്ടല്. അപ്പൊ ഞങ്ങള് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ഫോട്ടോ എടുക്കണം. ബ്ലേഡ് ആക്കണേ അവിടെ തന്നെ ഇല്ലടാ. അപ്പൊ ഇവിടെ ഫാമിലി ഫോട്ടോ എടുക്കണം. അപ്പൊ ഞങ്ങൾ കുറെ ആൾക്കാരെ നോക്കി.
അപ്പൊ ഈ ഹോട്ടലിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും അതേമാതിരി കഴിക്കാൻ വരുന്നവരൊക്കെ ഓല് തമ്മിൽ ഫോട്ടോ എടുക്കാണ്. അപ്പൊ നമുക്ക് ആരോട് ഉത്തരം ഗ്യാപ്പില്ല. അതിൽ ഒരുത്തണ്ട് ഇങ്ങനെ ഷൂ കെട്ട് ഇങ്ങനെ വന്നിട്ടോ, ഇത് സാധാരണക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഓനോട് ഫോട്ടോ എടുക്കാൻ വന്നു. ഓന് ഫോട്ടോ എടുക്കണ എങ്ങനെയാ ഇത് ബാക്ക്ഗ്രൗണ്ട് ആ ഹോട്ടൽ മൊത്തം കിട്ടണം, സംഗതി ഓക്കെയാണ്. പക്ഷെ ഇച്ചത് കത്തി. അപ്പൊ വാപ്പൻ ചിരിച്ചിട്ടുണ്ട്, കുട്ടികളൊക്കെ ചിരിച്ചിട്ടുണ്ട്. എങ്ങനെ ഫോട്ടോ എടുക്കണേ, എല്ലാരും അടിയുന്നേ മുട്ടൊക്കെ കുത്തി. ഓന് ഇതിങ്ങനെ ഒരു ചെരിഞ്ഞ സ്ഥലാണ്, ഞാൻ ഹോട്ടല് പറയണില്ല. അതില് എനിക്ക് മനസ്സിലായത് എന്താ എനിക്കാരോ, ഈ ഫോട്ടോ എടുക്കുന്ന ആള് ഇതിന്റെ ആരോ ആണ്. ഞാൻ അതാ മനസ്സിലാക്കി. അത് ലാസ്റ്റ് നോക്കിയപ്പോ ഓനാണ് ഇതിന്റെ ഓണർ. ഇജ്ജ് ആലോചിച്ച് നോക്കണോ. അപ്പൊ ഓന് ഞമ്മളെ കിട്ടണമെന്നല്ല, ഓന ബാക്ക്ഗ്രൗണ്ടില് ഹോട്ടലിൽ കയറണം. അതേമാതിരിയാണ് ഇപ്പൊ ഇജ്ജ് പുടിച്ചിന് അറിയാ. നേരെ ഇങ്ങനെ കുത്തിറക്കണ കാണുന്നുണ്ട്. അപ്പൊ ഇതാട്ടോ നമ്മള് ആദ്യം എങ്ങനെയാ വെച്ചാല് ഇങ്ങനെ തന്നെ നമ്മള് ഉണ്ടാക്കിയിരുന്നേ. ചെമ്മീനുണ്ട്. ഇത് ഇങ്ങോട്ട് കാട്ട്, ഇത് ഇതാക്കുമ്പോ അതിൽ അങ്ങോട്ട് പോകണ്ടതാ. ചെമ്മീൻ നമുക്ക് കാട്ടേക്ക് കേറുന്നത്. ഞാൻ ഇതിവിടെ ഇങ്ങനെ തന്നെ കാത്തിക്കല്ലേ, ഒന്ന് ഫുള്ളാകട്ടെ. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ സെറ്റ് എടുത്ത് ഇങ്ങനെ കുറച്ച് വറ്റിടും. പിന്നെ വെള്ള സീലെടുക്കും. അതെന്താ വെച്ചാല് മീനൊക്കെ കളറിന്റെ സീല പറ്റൂല എന്നാണ് ആദ്യം നമ്മളെല്ലാം വെച്ചിന്. ഇപ്പൊക്കെ ഹൈടെക് ആയപ്പോ വെള്ള സീല പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ നമ്മളടുത്ത് വെള്ള സീല കമ്മി ആയതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഇതേപോലെ ഒരു ചെറിയ ഓട്ടത്തി അങ്ങനെ പിടിച്ചിട്ട് വരിഞ്ഞു കെട്ടും. ഇവിടെ മതി. ഇത് വെള്ളം വീർക്കും നല്ല ചേർന്ന് അടിയിരിപ്പ് കിട്ടൂല. എന്നാ അടിയിരിപ്പ് കിട്ടൂല. അത് നമ്മള് മുക്കന്മാര് പറഞ്ഞ നമ്മള് കേക്കണം. ആരും കാര്യക്കുട്ടി പറഞ്ഞാലും കേക്കണ്ട. ആരും ഏത് ആലുകുട്ടി പറഞ്ഞാലും കേൾക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ തന്നെ കെട്ടിയിരുന്നേ. അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ ആക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നോ, എല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നാ വെച്ചെടുക്കൂട്ടോ. ഇവിടെ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഞാൻ ഇത് വെക്കണ്ടീനി ജന വെച്ചോ. ഇനി ഞാൻ നാനുണ്ടല്ലോടാ. തുണിയെടുക്കട്ടെ. ഓ ഷൂ പൊളിച്ചു. ഷൂഞ്ഞ് വേണമെങ്കിൽ സോക്കേസ് വെക്കണേ. വലിയ മീൻ ഉണ്ടല്ലേ അപ്പൊ. നല്ല വലിയ മീനുണ്ട്. അപ്പൊ ചൂണ്ടലിന് പോയപ്പല്ല ആരും വളർത്തണമെന്നില്ലല്ലോ. അടുത്ത മീന് കല്ലിട്ടാണ്ട് ഒന്നിന മീൻ. നല്ല മീനുണ്ട് ഇതില്. നമുക്ക് ചൂണ്ടലും എടുക്കാനല്ലോ. അങ്ങോട്ട് എല്ലാരും കൂടെ വരും. ഇനിയിപ്പോ എല്ലാരും അറിയല്ലോ. കാരണം ഇനിയിപ്പോ എല്ലാരും അറിയല്ലോ. അപ്പൊ അടുത്ത് ആദ്യം വെള്ളം നിറക്കണ്ടേ. വെള്ളം നിറച്ചാണ് ചുരുക്ക്. ആദ്യം അതില് നമ്മള് വെള്ളം നിറയ്ക്കുന്നു. ഇതേനിട്ട് നമ്മളെ പഴയ കാലം. പിന്നെ നമ്മള് തൂക്കൊക്കെ ആക്കില്ലേ. കുണ്ടുള്ള പാത്രം പറഞ്ഞ് തൂക്കാക്കി. എന്നിട്ട് സാധനം കിട്ടൽ തുടങ്ങിയപ്പോ ചെമ്പട്ടി ആക്കിനെ വലിയ പാത്രം. അന്നതിന് പറഞ്ഞാല് കൊറേ കുണ്ടാണ്ടായിന്. അന്ന് കൊറേ കോരിയാൾ ഇതേമാതിരി പൊട്ടിച്ച് അന്ന് പണിയെടുക്കല്ലേ. ഇപ്പൊ ഇതൊക്കെ ഒഴിവായില്ലേ. ഇപ്പൊ ഇതൊക്കെ ഒന്നായി. അന്നിപ്പോ ഇത് എത്ര ആൾക്കാരെ കോരിയേനി. ഇത് ആലോചിച്ച് നോക്കിയാ, അന്ന് എത്രങ്ങാനും ആൾക്കാരെ കോരിയേനി. ഇതിലിപ്പോ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? എനിക്കൊരു ഇതിപ്പോ ഇങ്ങനെ കാണുമല്ലോ. എനിക്ക് ഇതിന്റെ ആയ അറിയില്ല. ഞമ്മക്ക് ഏകദേശം ആയ അറിയാലോ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ 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 നിക്കണ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിലെങ്ങനെയാണ് റോഡ്. അതിലെങ്ങനെയാണ് പോയിട്ട് ഇങ്ങനെയാണ് റോഡ്. ഇതൊരു കുണ്ടാണ്, ഇവിടെ ഒരു കുണ്ടാണ്, അവിടെ ഒരു കുണ്ടാണ്, അവിടെ ഒരു കുണ്ടാണ്, അവിടെ കുണ്ടാണ്, അപ്പുറത്ത് കുണ്ടാണ്, അവിടെ പിന്നെ കുണ്ട് ആയിണു. അപ്പൊ ലാസ്റ്റ് അവിടെ പിന്നെ കുണ്ടില്ലേനല്ലോ. ആ റോഡ് അങ്ങനെ പോയില്ലേനോ. അല്ല എങ്ങനെ റോഡ് അല്ലേ. അങ്ങനെയാണിത് ഇതിന്റെ ഗതി ആയിരുന്നു. ഇപ്പൊ പിന്നെ കോറിയൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. എനിക്കറിയില്ലടാ, എനിക്ക് ലിറ്ററിന്റെ കണക്ക് പറയാം. അപ്പൊ ഇനി നമ്മള് വെച്ച ചെമ്മീൻ എല്ലാം കൊളാക്കാണല്ലോ. ഇങ്ങനെ ഒന്നുണ്ട്. ഈ ചെമ്മീന് വന്നാൽ ചട്ടിയോളം മണ്ണില്ലേ. എങ്ങനെയാണ് ആ പാട്ട്? ചെമ്മീൻ ചാടിയ ചട്ടിയോളം അല്ലേ. ആ വീഡിയോയില് കറക്റ്റ് ഉണ്ട്. ചെമ്മീൻ കയറിയാണ്. ഇഞ്ഞൊരാളെയോ കയറാനായിക്കൂല്ല. അതാണ് കുഴപ്പം. ചെമ്മീൻ കയറിയ പിന്നെ അപ്പൊ അതാട്ടോ മീന് കേറുന്നുണ്ട്. അപ്പൊ അടുത്ത ചെമ്മീൻ കുട്ടി കയറിണ്ട്. ആ കേറ്. ആ ചെമ്മീന് കുതിരാള് ഇന്ന് ചെമ്മീൻ വരട്ടേണ്ടി വരും. അപ്പൊ ഒന്ന് ബടിയും ഒന്നവിടെയും ഒന്ന് ബടിയും ഒന്ന് ബടിയും ഒന്ന് ബടിയും ഒന്നവിടെയും ഒന്ന് ബടിയും. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ചേണ്ടി വരാം.
മുണ്ടാതെ നിക്കടിയുണ്ട് ഒരു അരമണിക്കൂറേരം മീനാള് മുണ്ടിയാ വരൂല പറഞ്ഞാണ്ട്. അങ്ങനെ അടുത്ത് ഫസ്റ്റ് റസൂൽ കുട്ടി എടുത്തത് ചെമ്മീൻ വേട്ട. അന്റില് ചെമ്മീനല്ലേ എടുക്കുമ്പോ നമ്മള് ഓട്ട പൊത്തി വെക്കണല്ലേ. മീടാ പാത്രം കൊടുന്നില്ല. അയക്കൂ എന്തായാലും ഓരോരുത്തരെ പറ്റിച്ച ജീവിതം പറഞ്ഞാലേ പറ്റിച്ച് ജീവിക്കാണ് അല്ലേ. അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം അല്ലേ ഇത് ഇവർക്ക്. ഇപ്പൊ മീനിനെ പറ്റിച്ചുകൊണ്ട് തിന്നാൻ കൊടുത്താണ്ട് ആക്കണ കവർ ഇഞ്ഞത്തിനാ അത്. ആ ഏ ഏ അത് ചെമ്മീനുള്ള കെണിയനെ. പക്ഷെ ഇതിൽ ചെമ്മീൻ ചാടിയ ഇതെടുത്തായതുകൊണ്ട് നമുക്ക് മേ കൊടുന്നോ അല്ലെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ തന്നെ ചാടും. അപ്പൊ ഇതൊരു ചെമ്മീൻ വേട്ടയായിരുന്നു. നെത്തോലി ചെറിയ മീനല്ല. അല്ലോ അതിന്റെ ഒക്കെ ഒരു ഉസുറ്. ആ ജീവൻ ഇപ്പൊ എല്ലാവർക്കും ഉസുറാക്കാരല്ലോ. ഈ ചെമ്മീന്റെ ആളേനില്ലേ ഈ ചെമ്മീൻ വേട്ട. അങ്ങനെ ചെമ്മീൻ വേട്ടയ്ക്ക് നമ്മൾ ഇവനെ സമീപിക്കുക. പഴയ പുറത്തൊക്കെ ഇല്ലട്ടിപ്പോ. ചെമ്മീൻ ചാടി ആ ചട്ടിയോളന്ന് പറഞ്ഞില്ലേ. ഈ ചെമ്മീനത്തിനാടാ അയക്കണടാ വലുതായിട്ട് പിടിച്ചാ അയക്കണട്ടാ. അതായിരുന്നോട്ടെ അടുത്ത വെക്കല്ലേ. അല്ല ഇത് വെക്കല്ലേ. ആ അപ്പൊ അതായിരുന്നോട്ടെ. പുതിയ വറ്റ വേണ്ട അവ മതി. അതാണ്ടല്ലോ പൊന്തിച്ചിടി നോട്ടെ. ആ മറ്റേ എടുത്തിട്ട് പിടിച്ചാ മതി. മറ്റേ ഇട്ടിട്ട് അതെടുത്താണ്ട് ഇതവിടെ വെച്ചാ മതി. എന്നിട്ട് അടുത്ത നമുക്ക് വേറെ എടുത്തേക്കാം അല്ലേ. അങ്ങനെ അടുത്ത കുറച്ച് പറ്റുമാട് കിട്ടും അല്ലേ. മറ്റേ മീൻ വെള്ളത്തിൽ കിട്ടോ. ചോറ് അല്ല ചോറ് സോറി. എങ്ങനെയാലും നമ്മള് മീൻ പിടിച്ചാല് അതിന് നമ്മള് വെള്ളത്തിൽ തന്നെ വെക്കും. അതാണ് ഗീസിലാക്കിയിരുന്നുള്ളൂ. അങ്ങനെ അടുത്ത കെണി അത് മാഷ് ഇത് പോലിയത് അല്ല ഇജത്തെ കാട്ടണേ അടിക്ക. സുബി കാണുന്നെങ്കി ബാക്കി സുബിക്ക് മനസ്സിലാവും. ഊസിയെ സുബി കാണുന്നെങ്കി സുബിക്ക് മനസ്സിലാവും. സുബിയേ അപ്പൊ അടുത്തതിൽ അതിലുണ്ടോ ഇല്ലെങ്കിൽ നേരെ അപ്പുറത്തേക്ക് അങ്ങനെ വെക്കും. അതില്ലാതെ ഒറ്റപ്പേരിലുള്ളെങ്കിൽ അടുത്ത് തന്നെ ചാളാ. കുറച്ചിപ്പുറത്തേക്ക് ചാളാ. ആ ഞമ്മളെ ചിരട്ട ഇന്റെ കെണി ഇവിടെ വേറെ ഉണ്ട്. എന്റെ ചിരട്ട കെണി എടുത്താ നമ്മളെ പഴയ കെണി. ഓ ചിരട്ട കെണിയിലാട്ടോ. അതിന്റെ അടുത്ത് കൂടെ വരെ ആളില്ല. ഒന്ന് ആഴത്തേക്ക് അങ്ങോട്ട് ഇങ്ങനെ വെക്കാടാ. നീ കുറഞ്ഞോണ്ട് ഒന്ന് ആഴത്തേക്കാണ് പോയിക്കോ. ഏതായാലും നഞ്ഞു. ഇതൊക്കെ ഒരു ലക്കിയാണ്. ലക്കി എന്തേ പക്ഷെ മീൻ നല്ലോണം ചാടുണ്ട് ഇതില്. പാളിപ്പോയ മീൻ പിടുത്തം. ചേട്ട വെള്ളമില്ലാത്തോണ്ട് ആളുണ്ടാവില്ല ഇല്ലല്ലോ. അതിനെ പെടയല്ലേ. ഈ കുണ്ട് കിട്ടാടാ. ഈ ഇവിടെ ഒരു കല്ല്. ആ കല്ലും വെച്ചോക്കാം അടിയില്. ആ കൊടുന്ന നേരം പോലെ തന്നെ മര്യാദക്ക് കടന്നുറങ്ങിട്ടോ. ഞാനേ മുസിയെ ഞാൻ ഉറങ്ങിയേനി. ഇന്ന് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓൻ വിളിച്ചു കണ്ട് പിന്നെ സെറ്റിലെന്നൊക്കെ ചോദിച്ചു. അന്നായിക്കോട്ടെ എന്നാ അടുത്ത് പറഞ്ഞു. ഞാൻ മാറ്റി നീച്ചപ്പോ എന്നോട് ആരാണേ അല്ലെങ്കിൽ കുറച്ചേരം പാടെ ഉറങ്ങല്ലേ. പിന്നെ ഞാൻ മോനെ ഉറക്കോ. ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ ഞാൻ വരുന്നുണ്ട്. അല്ല ഞാൻ മുറ്റത്ത് എത്തിയ പോരെ. ജനാലും തുറന്നാണ്ട് എന്നാ പോവല്ലേ. എന്നാ ഇനി അടുത്ത ഗെയിം കളിക്കല്ലേ. ഗെയിം ജയിച്ചപ്പോ വേണ്ടാത് മൂട് പോവും.
അപ്പൊ ഇനി ഒരു അരമണിക്കൂർ മഴ ഇരുന്ന് നോക്കാം. ഒരു അരമണിക്കൂറിൽ ഇരുന്നാണ്ട് ലൂഡോ കളിച്ചു. ഇനി ഒരു അരമണിക്കൂർ മഴ ഇരുന്ന് നോക്കാം. ഇല്ലെങ്കിൽ അടുത്ത മൂട്ടിലേക്ക് തീയും അല്ലേ? താങ്കൾക്ക് എന്താ പറയാ? നാളെ ചൂണ്ടലിടാം. എങ്ങനെ നാളെ ചൂണ്ടലിടാൻ പോവാ. അവർക്ക് എങ്ങട്ട്? നാളെ പോയേക്ക്. ആ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ചൂണ്ടയുടെ പള്ളിക്കോയാൻ ചെല്ലല്ലേ? അടു അതിപ്പോ ചാടിയതായിരുന്നേ. ചാടി ചത്തകര ഒരു മീൻ ആത്മഹത്യ ചെയ്ത് കിട്ടോ? പ്രസവാനന്തരം മൂലം പറ്റിയ സംഗതികളാണ്. എന്തായാലും ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലേ? ഒന്ന് പടിയായി. അരമണിക്കൂർ വിധമുള്ളതാണ് നല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കൊട്ടിക്കൊണ്ട. അതില്ല. നല്ല പാട്ടാടാ. ചോറുണ്ടോ? ചോറുണ്ടോ ചോദിച്ചാൽ ചോറ് നമ്മക്ക് അത് ഇട്ടാ മതി. വെറൈറ്റി ഇട്ടാ മതി. കൊറേ വേണ്ട. ആ വെറൈറ്റി എങ്കിൽ വെറൈറ്റി. ഓ വെറൈറ്റി എങ്ങനെയാണാവല്ലേ? ഉരുണ്ടിട്ടാ ആ ഇതല്ലേ? ബ്യൂട്ടി ബ്യൂട്ടി ബ്യൂട്ടി. ഇത് പിന്നെ ആർക്കാ? ഇത് പിന്നോട് ഓരോ കാണ്ടല്ലോ. ആ ചോറ് തിന്നാൻ കൊടുക്ക. നാളെ നീ വലുതാകട്ടെ. അതിന് ആ ബൂട്ടനെ മാത്രം എനിക്ക് ബാക്കിയൊക്കെ പിച്ചുണ്ടോ? ആ ഒരു മസാല പാക്ക് ഓനോട് ആരും ഇല്ലല്ലോ. ഓനോട് നോക്കാൻ പൊരിച്ചാണ്ട് എങ്ങനെ? എന്നാലും ഉണ്ടല്ലോ, ഉണ്ട് തരാലോ. ഒന്നാമത് ക്യാമറ എടുത്ത് വന്നാല് അല്ലേ ഒരു സാധനം ഉണ്ടാവില്ല. നമ്മളെ അവസ്ഥ അത്രേ ഉള്ളു. പിന്നെ ഇതില് നമുക്ക് വലിയൊരു പ്രതീക്ഷ ഒന്നുമില്ല. ചാതി കൗണ്ട് കുറെ കൊണ്ടില്ലേനോ? നമുക്ക് ഇനി ഒരു ദിവസം നമ്മള് ചൂണ്ടലും കൊണ്ടുപോകും. നമ്മള് അല്ലേ പോവും. അന്ന് നമ്മള് കാട്ടിത്തരും എന്താണ് ചൂണ്ടല് ഇങ്ങനെ ഇടണേന്നല്ലേ. അപ്പൊ അതിനെയും തിന്നാൻ കൊടുത്തു. അതിനെ വളർത്താനും വിട്ടു. അതിനെ വളർത്താനും വിട്ടു. അല്ല ഇത് മാണ്ടാത്ത വേണമെങ്കിൽ ഇത് കിട്ടാടാ. ആ ചെമ്മീന് വേണമെങ്കിൽ ഇത് കിട്ടാടാ. ചെറ്റ അല്ലാ ചെറ്റെടുക്ക്. ചെറ്റ ഒഴിവാക്കില്ല. ചെറ്റിലാണ് അങ്ങനെ മീൻ കിടക്കുന്നത്. അല്ലെങ്കിൽ അതിത്തെ ചോറ് തിന്നാൻ കൊടുത്തൂടെ? മറ്റേ ഓല് നമ്മളെ വെച്ച് പോയി കഴിഞ്ഞാൽ ഓല അതിൽ കുടുങ്ങിയാണ്ട് ആകെ പെട്ടുക്കും. ഇപ്പൊ ഇതിലെന്തായി? അത് ചീന്തിക്കളാ. ഇപ്പൊ എന്തായി? മൂസിന്റെ കുളി കഴിഞ്ഞു. ആ അതും തിന്നാൻ കൊടുത്തു. അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് കിട്ടിയ മീന് കുറച്ചുള്ളൂ. അതിന് വേറെ ഒന്നുണ്ട്. നമ്മളിപ്പോ എത്ര നേരം ആകെ 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂർ നിന്നിട്ടുള്ളൂ. പക്ഷെ എത്ര നല്ല കിട്ടല്. ഇതില് മീന് വള്ളം പാല സ്ഥലം ഉണ്ടാവില്ല. മീനാണ് അത്രയും. പക്ഷെ ക്യാമറ എടുത്ത് വന്നപ്പോ മൂഞ്ചി ഇത് പൊരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതന്നെ ഉള്ളൂ. മീനാക്ക് തിന്നാൻ കൊടുത്തിന്. വലുതായിട്ട് ഇനി ഞങ്ങള് ചൂണ്ടലിട്ടൊരു വീഡിയോ വരും. ചൂണ്ടലിന്റെ കുറച്ച് ആൾക്കാരുണ്ട്. അടുത്ത് അന്ന് വേറെ ചൂണ്ടലിന്റെ വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. ഓലൊക്കെ കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പൊ കണ്ടു മീനാണ് ഇതിലെ പോണ്. മീനാട് കണ്ടോ ആടൊക്കെ. ആ ഇതൊക്കെ ചോറിട്ടെടുത്ത് നോക്ക്. മീനാള് ഇല്ലാഞ്ഞിട്ടില്ല, വരാഞ്ഞിട്ട് തന്നെയാണ്.
ഐഡിയ മനസ്സിലായിക്കണുണ്ട് വേറെ ഐഡിയ നോക്കാനായിക്കണ് ഇങ്ങോട്ട് മാറ്റി പിടിച്ചാനായിക്കണ്. ഇതിപ്പോ നമ്മളെ പറ്റിച്ചാട്ടോ, നമ്മളെ പറ്റിച്ചാണ്. ഇപ്പൊ ഇതിലിപ്പോ ആകെ മെച്ചം കിട്ടിയത് ബനാണ്. ഓന്റെ കുളി കഴിഞ്ഞു, ഇന്നത്തെ കുളി കഴിഞ്ഞു. അപ്പൊ എന്നാ ശരി, എന്നാ ബൈ ബൈ, ബൈ ബൈ. ഇവിടെ ഇതൊന്നും വീഡിയോക്കില്ല കേട്ടോ. ഇവിടെ ഇതൊക്കെ വീഡിയോ